ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചന മനസ്സിനിയെ കോൾ ചെയ്യാണ്. അവളെന്തിനാ ഈ നേരത്തെ തന്നെ വിളിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് മനസ്സിനി ഫോൺ എടുക്കുന്നത്. എന്താ രചന, എന്താ നാളെ മനസ്സിനി ആൻറ്റി ഫ്രീ ആണോ? ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ 100,000 പരിപാടികളൊക്കെ ഉണ്ട്. അല്ല, എന്താ കാര്യം? ഒരു കേസിൻ്റെ വിചാരണയൊക്കെ വരുന്നുണ്ട്, വക്കീലിനെ കാണണം, പിന്നെ തോട്ടം വരെ ഒന്ന് പോകണം. അങ്ങനെ 100,000 പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല, നീ പറ, ഇടയിലിടയിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം. കാര്യമൊക്കെ നേരിട്ട് പറയാം. അതെന്താ ഫോണിൽ കൂടെ പറഞ്ഞാൽ? ആകാശ് മേനോൻ അറിയാത്ത എന്തെങ്കിലും നീക്കമാണെങ്കിൽ രചനെ നീ എന്നെ പ്രതീക്ഷിക്കരുതേ. ദേ, ആകാശ് മേനോനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എനിക്ക് മനസ്സിനി അമ്മയോട് പറയാനുള്ളത്. എനിക്കും മനസ്സിനി അമ്മയ്ക്കും ഇതുകൊണ്ട് ഗുണമുണ്ട്. എന്തായാലും ആൻറ്റിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ വിട്ടേരെ. ആകാശിനോട് പറഞ്ഞാലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. എന്നാലും നീ എന്താ ഉദ്ദേശിക്കുന്നത് രചന? കാര്യം പറ. അത് നേരിൽ പറഞ്ഞ് തീരുമാനമാക്കേണ്ട കാര്യമാണ്. അതല്ലേ ഞാൻ പറയാത്തത്. ഇപ്പം കുറച്ച് പറഞ്ഞ് ബാക്കി നാളെ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ച് കേൾക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആൻറ്റി പറ, നാളെ എവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും? രാവിലെ 10 മണിക്ക് നീ ആ നൃത്തമണ്ഡപത്തിനരികിലുള്ള പാർക്കിലേക്ക് വാ. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. വക്കീലിനെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ അവിടെ നിൽക്കാം. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കോൾ വെച്ചു. ആ ഗുഡ് നൈറ്റ് തന്നെ ഒരു വശപ്പശക ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവളുടെ അടവ, കാശ് കടം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിനെ ആലോചിക്കുകയാണ്. ഡോക്ടർ ദേവികയും മനസ്സിനെയും തമ്മിലുള്ള അറിയാക്കഥ എന്താണെന്ന് നാളെ നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്ന് രചന ആലോചിക്കുകയാണ് കേട്ടോ. മനസ്സിനെ അപ്പോൾ ആലോചിക്കുന്നത് ഇവൾക്ക് കാശ് കടം ചോദിക്കാനുള്ള അടവാന്ന്. എന്തായാലും രാവിലെ രചന പോകാനായിട്ട് ഇറങ്ങാണ്. പോകാനായിട്ട് ആകാശിൻ്റെ അരികിലേക്ക് ഇരുന്ന് പറയണമല്ലോ പുറത്തേക്ക് പോവുകയാണെന്ന്. അതിനു വേണ്ടി വന്നതാണ്. ഇവൾ ഉടുത്തൊരുങ്ങി ഇറങ്ങിയതും ആകാശ് ഒരുമാതിരി വശപ്പശകൂടെ നോക്കുകയാണ് കേട്ടോ. ആകാശിനറിയാം ഇവളെവിടേക്കോ ഉള്ള പോക്കാണെന്ന്. ആകാശിൻ്റെ മനസ്സിൽ ഇവൾ മഹേഷിനെ കാണാൻ പോവുകയാണോ എന്നൊരു ചിന്തയാണോ ഉള്ളത്. ആകാശത്തെ ഇങ്ങനെ വായുനോക്കുകൾ നോക്കുന്ന പോലെ നോക്കുന്നത്. അല്ല, നിൻ്റെ ഈ അഴക് കണ്ട് നോക്കിപ്പോയതാ. നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോണെങ്കിൽ ഒരുത്തനെ കാണാൻ വേണ്ടി തന്നെയല്ലേ നീ പുറത്തേക്ക് പോകുന്നത്? അത് അവൻ്റെ മനസ്സ് കീഴടക്കാനായിട്ട്. കഷ്ടം തന്നെ. ഇതാണോ ആകാശിന് മാറ്റം വന്നു എന്ന് പറഞ്ഞത്? ഞാൻ മഹേഷിനെ കാണാൻ പോകുന്നു എന്നല്ലേ ആകാശ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അല്ലേ? എത്ര കൃത്യമായിട്ട് നീ എനിക്ക് മറുപടി തന്നു, എത്ര കൃത്യമായിട്ട് നീ അത് കണ്ടുപിടിച്ചു. കൊള്ളാലോടി, നീ മഹേഷിനെ കാണാൻ തന്നെയല്ലേ പോകുന്നത്. നിന്നെ ഈ രൂപത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടല്ലേ അവന് ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടും അവളോട് വലിയ താല്പര്യമൊന്നും അവൻ കാണിക്കുന്നില്ല അത്രേ. അതൊക്കെ മനസ്സിൽ വെച്ച് തന്നെയാണ് നിൻ്റെ ഈ മോഹിനി വേഷം. ദയവായി ആകാശ് ഒന്ന് നിർത്ത്. സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞ് പ്രിൻസിപ്പൾ വിളിച്ചായിരുന്നു. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആകാശ് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുക. പ്രിൻസിപ്പളിൻ്റെ കോള് വന്നത് കാണാൻ പറ്റും. ഓഹോ, ആണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. പെട്ടെന്ന് തന്നെ രചന അങ്ങ് ഞെട്ടിയിട്ടോ. ഫോൺ ആകാശിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആകാശ് ഫോണിനകത്തേക്ക് ഇങ്ങനെ നോക്കുക. ഇപ്പം ബോധ്യമായല്ലോ. പിന്നെന്താ നീ എന്നെ കൂടി വിളിക്കാതിരുന്നത്? ഞാൻ വന്നാൽ മതി എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. അതുകൊണ്ടാണ്. ആദിക്ക് 2 ഡാഡിമാരുന്ന സംസാരമൊക്കെ പ്രിൻസിപ്പളിനും അറിയാവുന്നതല്ലേ. അതുകൊണ്ടാണ്. മഹേഷിനെ വിളിച്ചിട്ടില്ല, എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത് ഞാനങ്ങ് വിശ്വസിക്കണോ? അതെങ്ങനെയാ? അപ്പം എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയായി. മഹേഷ് വരുന്നു. അവിടെ വെച്ച് മഹേഷിനെ കാണാം. അതിന് വേണ്ടിയിട്ടല്ലേ? ദയവ് ചെയ്ത് ആകാശ് ഇങ്ങനെ സ്വയം താഴരുത്. മഹേഷിൻ്റെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന ആളല്ലേ. 10 മണിക്ക് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മഹേഷ് എവിടെയാണെന്ന് ആകാശ് അന്വേഷിച്ച് നോക്ക്. ആകാശ് അന്വേഷിക്കുമ്പോൾ അറിയാലോ. ആകാശിനത് കണ്ടെത്താനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലല്ലോ. ഞാൻ പോകുന്നത് മഹേഷിനെ കാണാനാണോ എന്ന് ഇനി തെളിയിക്കേണ്ടത് ആകാശല്ലേ. ആകാശ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നും പറഞ്ഞ് രചന പോവാണ്. അങ്ങനെ രചന എന്നപ്പോൾ മനസ്സിലാലോചിക്കുന്നത് ഇവള് ദിവസം ചെല്ലും തോറും ചെറുപ്പമായിട്ട് വരുവാണല്ലോ. വെറുതെ അല്ല ആകാശ് ഇവളെ ഇങ്ങനെ വിടാതെ കൊണ്ട് നടക്കുന്നത്. ആൻറ്റി എത്തിയിട്ട് അധികം സമയമായോ? സമയത്തിന് വില കൽപ്പിക്കുന്ന ആളാണ് ഞാൻ. പറഞ്ഞ സമയത്ത് ഞാനെത്തി. രചനയാ വൈകിയത്. ചൂടാവാതെ ആൻറ്റി, ചൂടാവാതെ എന്നും പറഞ്ഞുകൊണ്ട് രചന കൂളാക്കാൻ നോക്കി. ഇപ്പം നീ കാര്യം പറ. 10:30 മണിക്കാണ് എനിക്ക് വക്കീലിനെ കാണാനായിട്ട് പോകേണ്ടത്. നീ കാര്യം പറഞ്ഞേ. അതെ, ആൻറ്റി ആകാശിനെ വിളിച്ചിട്ടേ ഒരു ഡോക്ടറുടെ വിവരങ്ങൾ ചോദിച്ചില്ലായിരുന്നോ? ഡോക്ടർ ദേവിക.
ആകാശ് വിവരങ്ങൾ ആൻറ്റിക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഡോക്ടറെ കാണാനായിട്ട് ആൻറ്റി അത്രയ്ക്ക് തിടുക്കം കാണിച്ച സ്ഥിതിക്ക് ആ ഡോക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നിനക്കിത് ഫോണിൽ ചോദിച്ചാൽ പോരായിരുന്നോ? അയ്യോ, ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം ആൻറ്റി തരണം. ആൻറ്റിയുടെ മുഖഭാവങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയണം. ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കണം. എനിക്കിതൊന്നും അറിയാനല്ല ഉള്ളത്. ഞാൻ ആ ഡോക്ടറെ കണ്ടതിന് നീ എന്തിനാ ഇത്ര ജിജ്ഞാസ കാണിക്കുന്നത്? അവർ നിൻ്റെ ആരുമല്ല. അവരൊരു ഡോക്ടറല്ലേ, ആർക്ക് വേണേലും കാണാവുന്നതല്ലേ? അതെ, അവർ വെറും ഡോക്ടറല്ല, ഗൈനക്കോളജിസ്റ്റാണ്. അതിന് പുറകെ വന്ധ്യതയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും അവർ ചെയ്യുന്നുണ്ട് ഇല്ലേ? ആൻറ്റിയും ഡോക്ടർ ദേവികയും തമ്മിൽ നിഗൂഢമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അല്ലേ ആൻറ്റി? അതെന്താണെന്ന് ആൻറ്റി എന്നോട് പറയണം. ഞാൻ പല ആവശ്യങ്ങൾക്കും പലരെയും കാണും. അതിൽ ഡോക്ടർ കാണും, വക്കീൽ കാണും, ചിലപ്പോൾ രാഷ്ട്രീയക്കാർ കാണും. അതൊക്കെ ഞാൻ നിന്നോട് പറയുന്നത് എന്തിനാ? അതെന്തിൻ്റെ? അതിൻ്റെ ആവശ്യം എന്താ? അല്ല, എന്നോട് ഇതൊക്കെ വിളിച്ചു വരുത്തി ചോദിക്കാൻ നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് മനസ്സിനി രചനയ്ക്ക് നേരെ തട്ടിക്കയറുക. നീ നിൻ്റെ പണി നോക്കി പോ രചന. എന്നിട്ട് മനസ്സിനെ അങ്ങ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിനെ ആൻറ്റിയേ എന്ന് വിളിച്ചു രചന. അങ്ങനെ അങ്ങ് പോയാലോ? അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ആൻറ്റി. നിനക്ക് എന്തിന് കേടാടി? എന്തോ സീരിയസ് കാര്യത്തിനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ കളിയാക്കുന്നോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനസ്സിനെ ആരാണെന്നേ നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. മുഖം അടച്ചൊരടി തന്നാലുണ്ടല്ലോ, പോടി എൻ്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ പറയാണ്. എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല മനസ്സിനെ ആൻറ്റി എന്ന് പറഞ്ഞ് രചനയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇവൾ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലായിട്ടോ. നിങ്ങളുടെ മകൻ താലി കെട്ടിയ ഉടനെ ഇഷിത തല കറങ്ങി വീഴുന്നു ഇല്ലേ? നടന്ന കഥയല്ലേ അതെല്ലാം? എന്തായാലും നമ്മുടെ മനസ്സിനെ ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം. തല കറങ്ങി വീണ ഇഷിതയെ വിശദമായിട്ട് ഡോക്ടേഴ്സ് ഒന്ന് പരിശോധിച്ചു. ഞെട്ടിപ്പിക്കുന്ന ആ വെളിപ്പെടുത്തലും നടത്തി ഇല്ലേ? ഇഷിതയ്ക്ക് ഒരു അമ്മയാകാൻ കഴിവില്ല എന്ന്. തൊട്ടു പിന്നാലെ ദേവിക പുറത്തേക്ക് പോയി. എന്തായാലും അവർ പിന്നെ തിരിച്ചു വന്നത് അറിഞ്ഞിട്ട് കോണ്ടാക്ട് നമ്പർ നഷ്ടപ്പെട്ട മനസ്സിനെ ആൻറ്റി ആകാശിനെ വിളിച്ചു. എന്നിട്ട് എങ്ങനെയെങ്കിലും കോണ്ടാക്ട് നമ്പറും സ്ഥലവും ഒക്കെ ഒപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ നല്ല പരിചയക്കാരും നല്ല അടുപ്പത്തിലുമായിരുന്നു. ഇനി ആൻറ്റി പറ നിങ്ങൾക്കിടയിൽ ഗൂഢാലോചന എന്തായിരുന്നു? അന്വേഷിതയെ കാണിച്ച് ഡോക്ടർ ദേവികയാണെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. നീ കെട്ടുകഥകൾ വനഞ്ഞുണ്ടാക്കുമൊന്നും വേണ്ട. നീ ഡോക്ടർ ദേവികയോട് പോയി ചോദിക്കുക, അവരല്ലേ മറുപടി തരേണ്ടത്. ആൻറ്റി പറയുന്നതേ അവർ പറയുള്ളൂ എന്നൊരു വിശ്വാസം വേണ്ട. ഡോക്ടർ ദേവിക ആ ദിവസം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനൊക്കെ മെനക്കെട്ടെ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാ. ആൻറ്റിയുടെ മകൻ മാധവനോടോ ഈശ്വരോടോ ചോദിച്ചാൽ മതി. അവർ പറയൂ ആൻറ്റി ഡോക്ടർ ദേവിക ആരാണെന്നും എന്താണ് എന്നും. എൻ്റെയും ആൻറ്റിയുടെയും പൊതുശത്രുവാണ് ഇഷിത. ആൻറ്റി സത്യം പറയുന്നതുകൊണ്ട് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ഗുണമല്ലേ ഉണ്ടാവുള്ളൂ. ആൻറ്റി ഇനി പറയാൻ തയ്യാറായില്ലെങ്കിലേ ഞാൻ അടങ്ങിയിരിക്കില്ല. ഇതുവരെ ഞാൻ ആകാശിനോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്തിട്ടേയില്ല. ഇത് നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതിയെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആൻറ്റി പറയില്ല എങ്കിൽ എൻ്റെ അന്വേഷണം മറ്റു പലരിലേക്കും എത്തിക്കും. ഇത് കേട്ട് മനസ്സിനെ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കട്ടോ. അതുകൊണ്ടുള്ള ദോഷം ആൻറ്റിക്ക് മാത്രമാണെന്ന കാര്യം ആൻറ്റി മറക്കരുത്. ആൻറ്റിയുടെ കയ്യിൽ ഈ വിഷയം നിൽക്കാതെ ആവും ആൻറ്റി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതേടി, പിന്നെ ആൻറ്റി രചനയെ പഴി പറയാനായിട്ട് നിൽക്കരുത് കേട്ടല്ലോ. എന്തിനാ ആൻറ്റി ഇനിയും മിണ്ടാതിരിക്കുന്നത്? ആൻറ്റി എന്നെ വിശ്വസിച്ച് പറ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള രഹസ്യധാരണ? പെട്ടെന്ന് തന്നെ ഒരു കോൾ വരികയാണ് മനസ്സിനിക്ക്. എനിക്ക് വക്കീലിനെ കാണാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. ഒന്നും പറയാൻ നിന്നില്ല. എന്തായാലും മനസ്സിനിക്കിനി പറയേണ്ടി വരും, മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കും എന്നൊരു തീരുമാനം നമ്മുടെ രചനയും എടുത്തു. എന്നോട് പറയാൻ സമയമായില്ല എന്നാണ് അവർ പറഞ്ഞിട്ട് പോയത്. അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആകാശിനോട് ഒരു ഇരിക്കപ്പുറതിയില്ല. മഹേഷ് എവിടെയാണെന്നൊക്കെ അന്വേഷിക്കുക. മഹേഷ് ഓഫീസിൽ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞതും അപ്പം പിന്നെ അവൻ എവിടെ പോയി? രണ്ടും കൂടെ കറങ്ങാൻ പോയതാ. അവളുടെ പിന്നാലെ പോകണ്ടെന്ന് വെച്ച് ശരിയായില്ല, പിന്നാലെ പോകേണ്ടതായിരുന്നു. മഹേഷ് ഇതുവരെ ഓഫീസിലെത്തിയിട്ടില്ലല്ലോ. ആ സമയത്ത് രചന വരികയാണ്. രചന ആകാശിന് മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങുക. വലിയ സന്തോഷത്തിലാണല്ലോ രചന തിരിച്ചു വരവ്. ഉള്ളിലെ സന്തോഷം മുഴുവൻ മുഖത്ത് തെളിഞ്ഞ് കാണാലോ. മുഖത്തൊരു തെളിച്ചമുണ്ടല്ലോ. അതെ, ആദ്യയെപ്പറ്റി സ്കൂളിലെ മുഴുവൻ ടീച്ചേഴ്സും നല്ലത് പറയുന്നത് കേട്ടാൽ പിന്നെ സന്തോഷം വരത്തില്ലേ? അവന് ഗുണ്ട എന്ന് പറഞ്ഞവർ തന്നെ ഏറ്റവും മിടുക്കനായ സ്കൂളിലെ സ്റ്റുഡൻറ്റ് എന്ന് മാറ്റി പറയിപ്പിച്ചില്ലേ അവൻ?
അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. എടി, എൻ്റെ മുഖത്ത് നോക്കി കല്ല് വെച്ച നുണ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്ന് ചോദിച്ചപ്പോഴേക്കും രജനി ഒന്ന് പതറിയിട്ടോ. നീ സ്കൂളിൽ പോയിട്ടില്ല. അല്ല ആകാശ്, ദേ തർക്കിക്കാൻ തയ്യാറാണ് എങ്കിൽ ഒന്നുകൂടി നമുക്ക് സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനെ കാണേണ്ടി വരും എന്ന് ആകാശ് പറഞ്ഞു. നീ പിന്നെ മിസ് കോൾ ചെയ്തപ്പോഴാണ് പ്രിൻസിപ്പൾ നിന്നെ തിരിച്ചു വിളിച്ചത്. അതും എനിക്ക് മനസ്സിലായതാ. അതല്ലേ സത്യം. എനിക്ക് ആകാശിനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് രചന പോകാൻ തുടങ്ങുക. ആ സമയത്ത് ആകാശ് പറഞ്ഞു, നിൽക്ക് രചന, ഞാൻ ഇനി ഒരു പ്രശ്നത്തിന് നിൻ്റെ അടുത്ത് വരില്ല. ഞാൻ പഴയതുപോലെ ആകാന്നൊക്കെ പറഞ്ഞത് ഉള്ളത് തന്നെയാണ്. ചേച്ചി, നീ എന്നെ പഴയതുപോലെ അല്ല കാണുന്നത്. സത്യത്തിൽ ആകാശിന് എന്ത് മാറ്റം ആകാശം ഉണ്ടായത്. എന്നെ വിഡ്ഢിയാക്കി നീ മഹേഷുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു. കള്ളക്കഥകൾ നീ പറയുന്നു. ആകാശ്, ദയവ് ചെയ്ത് മഹേഷിനെ ഞാൻ കണ്ടു എന്ന് പറയരുത്. ഞാൻ മഹേഷിനെ കണ്ടിട്ടില്ല. അത് സത്യം തന്നെയാണ്. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്ക്. എവിടെ വെച്ച് ഞാൻ മഹേഷിനെ കണ്ടു? ആകാശ് പറ. ഞാൻ മഹേഷിനെ കാണുന്നെങ്കിൽ മാത്രം ആകാശ് അത് ചോദ്യം ചെയ്താൽ മതി. എനിക്ക് മറ്റു പലരുമായിട്ടും സൗഹൃദങ്ങളുണ്ടാകും. അവരെ കാണാൻ പാടില്ല എന്ന് വിളക്കാനായിട്ട് ആകാശിന് പറ്റുമോ? ഞാനൊരു മനുഷ്യജീവിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നീ ആരെയാണ് കാണാൻ പോകുന്നതെന്ന് പറയുന്നതിന് നീ എന്തിനു മടിക്കുന്നു? എന്തിനാണ് നീ കള്ളം പറഞ്ഞിട്ട് പോകുന്നത്? അത് നീ പറ. ആകാശിന് ദോഷം ഉണ്ടാക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ പോയത് ആകാശിന് അറിയാവുന്ന ഒരാളെ തന്നെയാണ്. അതാരാണെന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ ആകാശിനോട് പറയണമെന്ന് ഞാൻ കരുതിയതാണ്. ആകാശിനെ എനിക്കതിന് കുറച്ച് സമയം വേണം. എന്നെ അധിക്ഷേപിച്ച നിലയ്ക്ക് ഇനി അതാരാണെന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പൊന്നു മോളെ, പഠിച്ച കള്ളിയാടി നീ, പഠിച്ച കള്ളി. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ദേ ആകാശ്, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ മോശക്കാരിയാക്കി. ഇത്രയൊക്കെ അപവാദവും ഞാൻ കേൾക്കേണ്ടി വന്നില്ലേ? ഇനി ഞാൻ പറയില്ല. എനിക്കിനി ആകാശിൻ്റെ വിശ്വാസം നേടിയെടുക്കേണ്ട കാര്യമില്ല ആകാശ്. അതാദ്യം മനസ്സിലാക്കുക. ഒരിക്കലും ആകാശിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുമില്ല. അതെനിക്ക് മനസ്സിലായി. ആദ്യയോട് പറയുന്നത് കേട്ടല്ലോ, നിൻ്റെ മമ്മി ഇഷിതയെപ്പോലെ അങ്കിളിന് താങ്ങായി നിൽക്കുന്നില്ല എന്ന്. ആകാശിൻ്റെ ഏതെങ്കിലും ബിസിനസ്സിൽ എന്നെ അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എന്നിട്ട് വേണം മഹേഷിനെ പോലെ നീ എന്നെയും പുറംകാലിന് അടുപ്പിക്കാനായിട്ട്. അല്ലേ? എടി അത് വേണ്ടടി. മറ്റൊരുത്തിൻ്റെ കയ്യിൽ നിന്ന് ചാടി വന്നവളെ കയ്യേക്കുമ്പോൾ തന്നെ നാളെ എൻ്റെ ഈ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് ബുദ്ധിയുള്ള ഒരുത്തനെ ഓർത്ത് വെച്ചിരിക്കും. നിൻ്റെ കാര്യത്തിനും എനിക്കും ഉള്ള മുൻവിധി അത് തന്നെ ആടി. രജനിക്കിത് കിട്ടണം. മഹേഷിനെ പോലെ ആകാശ് മേനോൻ ഒരു പൊട്ടനല്ല. അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. ഇതും പറഞ്ഞ് ആകാശ് അങ്ങ് പോയി. ഈ ചതിനെ ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല, ഇനിയൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട എന്ന് രചനയ്ക്ക് മനസ്സിലായിട്ടോ. ആകെ ടെൻഷനിലാണ് നമ്മുടെ മനസ്സിനെ അമ്മ. ഈശ്വര, ആകാശ് അറിയാത്ത കാര്യം രചന എങ്ങനെ മനസ്സിലാക്കിയെന്നാണ്. അവളൊരു ഭയങ്കര തന്നെ. അവൾക്കിപ്പോഴും ആ രഹസ്യം എന്താണെന്ന് മാത്രം മനസ്സിലായിട്ടില്ല. അതാണ്. പക്ഷേ അവളത് കണ്ടെത്തുക തന്നെ ചെയ്യും. അവളേക്കാൾ പേടിക്കേണ്ടത് മാധവിനെയല്ലേ. മാധവ് ഇതിൻ്റെ പിന്നാലെ നടന്നാലത്തെ കാര്യം ഓർക്കുമ്പോഴാണ്. എന്തായാലും അമ്മയുടെ നീക്കങ്ങളൊക്കെ മാധവ് ഇങ്ങനെ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പതുക്കെ അമ്മയ്ക്ക് അരികിലേക്ക് വരിക. അമ്മയെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അമ്മയെന്ന് വിളിച്ചതും നമ്മുടെ മനസ്സിനെ ഒന്ന് ഞെട്ടി. അമ്മ വല്ലാതെ ഞെട്ടിയില്ലോ. അമ്മയുടെ പ്രതിരോധത്തിന് കരുത്ത് പോരാ. അമ്മ ഈ ലോകത്തൊന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അമ്മയ്ക്കത് നിഷേധിക്കാൻ പറ്റുമോ? ഞാനിവിടെ വന്നതുപോലും അമ്മ അറിഞ്ഞിട്ടില്ല. എന്താ അമ്മയുടെ ശരിക്കുള്ള പ്രശ്നം? അമ്മ എന്നോട് പറ. അമ്മയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിൽ കൊണ്ട് നടക്കാണ്ട് ആരോടെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സമാധാനം പോകും. ഞാൻ ആലോചിച്ചതേ കേസിൻ്റെ കാര്യമാണ്. നിനക്കതറിയത്തില്ല. നമ്മുടെ സാക്ഷികളും തെളിവുകളും മതിയാവില്ല കേസ് ജയിക്കാമെന്ന് ശിവരാമ വക്കീൽ പറഞ്ഞായിരുന്നു. ഈ കേസ് എങ്ങാനും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതൊരു തിരിച്ചടി തന്നെയായിരിക്കും നമ്മുടെ കുടുംബത്തിന്. എൻ്റെ അമ്മയെ മനസ്സിലൊന്ന് വെച്ച് മറ്റൊന്ന് പറയുമ്പോൾ മുഖം കളവ് പറയില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് കിട്ടിയത് ആ പഴയ സിവിൽ കേസല്ലേ. അമ്മയുടെ പ്രശ്നം അതൊന്നുമല്ലാന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അമ്മയുടെ മോനല്ലേ ഞാനും. എനിക്കറിഞ്ഞൂടെ അമ്മയെ? ഡോക്ടർ ദേവിക ഇവിടെ വന്നിറങ്ങിയപ്പോൾ മുതൽ അമ്മയ്ക്ക് മാറ്റം സംഭവിച്ചു. അമ്മയ്ക്ക് ടെൻഷനാകാൻ തുടങ്ങി. നിങ്ങൾക്ക് 2 പേർക്കും പരസ്പരം അറിയുകയും ചെയ്യാം. എങ്കിലും അറിയാമെന്ന് നടിക്കുന്നുമില്ല നിങ്ങൾ. ഞാൻ ഡോക്ടർ ദേവികയെ കാണാനായിട്ട് പോയായിരുന്നു. അമ്മയേക്കാൾ എന്നെ അമ്പരിപ്പിക്കുന്നതേ ആ ഡോക്ടറാണ്. അവരൊരു വെറും ഡോക്ടറല്ല. എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞ ഒരു സ്ത്രീയാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. എനിക്ക് അമ്മയോട് പറയാനുള്ളത്, അമ്മ ആ സ്ത്രീയെ വിശ്വസിക്കരുത് എന്നാണ്.
കാരണം അവർ വിശ്വസിക്കാൻ കൊള്ളില്ല. അവരമ്മയെ ചതിക്കും, അവരിവിടുന്ന് പോവുകയും ചെയ്യും. അവസാനം അമ്മ പെട്ട് നിൽക്കും. പെട്ടുപോകുന്നതേ അമ്മ മാത്രമായിരിക്കും. അതമ്മ മനസ്സിലാക്കി അമ്മയ്ക്ക് നന്ന് സഹായിക്കാൻ മക്കൾ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദുരവസ്ഥ അമ്മയ്ക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്താണെങ്കിലും ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാനും നിന്നോട് പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. എൻ്റെ കഷ്ടകാലത്തിന് അവരെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു പോയി. അത് ഇത്രയും വലിയൊരു വിനയാകുമെന്ന് ഞാൻ കരുതിയില്ല. അവരുടെ വരവല്ലേ വിനയായത്. അല്ല, എനിക്കെന്തോ മാറ്റം വന്നെന്ന് നിനക്ക് മാത്രമല്ലേ തോന്നുന്നുള്ളൂ? ഈ വീട്ടിൽ വേറെ എത്രയോ പേരുണ്ട്, ആർക്കും തോന്നുന്നില്ലല്ലോ. അവരാരും എനിക്കും മനസ്സമാധാനം കുറഞ്ഞു പോയി എന്ന് പറയുന്നില്ലല്ലോ. പറയുന്നില്ല. സത്യം പറഞ്ഞാലേ പ്രശ്നം എനിക്കല്ല, നിനക്കാ. അപ്പോഴേക്കും മാധവ് പറഞ്ഞു, ശരി, സമ്മതിച്ചു, എനിക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. എന്നെ ബാധിച്ച പ്രശ്നം എന്താണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അമ്മേ, ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത് കേട്ട് മനസ്സിന് വീണ്ടും ഞെട്ടുകയാണ് കേട്ടോ. മാധവിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. മാധവിൻ്റെ മുഖത്ത് നോക്കിയാൽ കള്ളത്തരങ്ങൾ പൊളിയുമോ എന്നൊരു ടെൻഷൻ മനസ്സിനിക്കുണ്ട്. മനസ്സിനെ ആകെ പേടിച്ചരണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക. സി യു. താങ്ക് യു.